തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന് വിമത സ്ഥാനാർത്ഥി, അതും ചെറിയ സ്ഥാനാർത്ഥിയല്ല. ഇയാൾ ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠനാണ്. ഉള്ളൂർ വാർഡിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ശ്രീകണ്ഠൻ തീരുമാനിച്ചു. സീറ്റ് ഉറപ്പ് നൽകിയ ശേഷം കടകംപള്ളി സുരേന്ദ്രൻ പിന്മാറിയെന്ന് K. ശ്രീകണ്ഠൻ 24-നോട് പറഞ്ഞു. R. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരസഭയിലെ ഉള്ളൂർ വാർഡിൽ CPM-ന് ലോക്കൽ കമ്മിറ്റി അംഗം K. ശ്രീകണ്ഠൻ മത്സരിക്കുകയാണ്. അദ്ദേഹം കേവലം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, തിരുവനന്തപുരം ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫും മുതിർന്ന മാധ്യമപ്രവർത്തനമാണ്. എന്താണ് ഇവിടെ ഇങ്ങനൊരു പാർട്ടി സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ തന്നെ മത്സരിക്കാൻ കാരണം? 2000-ലാണ് ഇവിടെ ഈ വാർഡ് രൂപീകരിച്ചത്. അതിനുശേഷം 2 തവണയാണ് ഇവിടെ ജനറൽ വാർഡായിട്ട് വന്നിട്ടുള്ളത്. ഈ 2 തവണയും ജയിച്ചത് ജോൺസൺ ജോസഫാണ്. ജോൺസൺ ജോസഫിനെ CPM-ലെ തന്നെ ചില ആളുകൾ വോട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി തോൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഇത് ജനറൽ വാർഡായി കഴിഞ്ഞു. വീണ്ടും ജോൺസൺ ജോസഫ് ഇവിടെ വനിതാ വാർഡാകുമ്പോഴത്തേക്ക് അയാൾ നാലാഞ്ചിറ പോകും. നാലാഞ്ചിറ ജനറൽ വാർഡാകുമ്പോഴത്തേക്ക് വനിതാ വാർഡാകുമ്പോൾ അയാൾ ഇവിടെ വരും. അങ്ങനെ ഈ വാർഡിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ അടിസ്ഥാനപരമായി കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരാളും ഒരു കൌൺസിലറും താല്പര്യം എടുത്തിട്ടില്ല. നിരന്തരം പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഈ മേഖലയിൽ 2 ഇതാണ് വരുന്നത്, 6 ബൂത്താണുള്ളത്. ഈ 6 ബൂത്തിൽ ഈ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഇവിടെ അവരോട് ചോദിച്ചറിയാം. എല്ലാ വിഷയങ്ങളിലും ആളുകളുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഷയങ്ങളിലും ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പാർട്ടിയിൽ സജീവ പ്രവർത്തകനാണ് 40 വർഷമായിട്ട്. ദേശാഭിമാനിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു എന്റെ മെമ്പർഷിപ്പ്. ഞാൻ മാറ്റിയിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അതിനെ പാർട്ടി തീരുമാനിച്ചു. പാർട്ടി ജില്ലാ നേതൃത്വം തീരുമാനിച്ചു. മത്സരിക്കാൻ എന്നോട് രംഗത്തിറങ്ങിക്കോളാൻ, പ്രിപ്പയർ ആയിക്കോളാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രനാണ് വിളിച്ചു പറഞ്ഞത്. ഞാൻ 6 ദിവസം പ്രചരണ രംഗത്തുണ്ടായിരുന്നു. എന്റെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ 6-ാം ദിവസം അപ്രതീക്ഷിതമായിട്ട് 6-ാം ദിവസം വൈകുന്നേരം വാർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടി വേറെ ചില നീക്കങ്ങൾ നടത്തി. എന്നിട്ടും 6 ബൂത്തിലെ 4 ബൂത്ത് സെക്രട്ടറിമാർ എന്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടി രീതിയും പാർട്ടിയിലില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വാർഡ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവതരിപ്പിച്ച് എതിർപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഇവിടെ അങ്ങനെയല്ല. എന്നെ വ്യക്തിപരമായിട്ട് നേരിടുന്നതിന് വേണ്ടി വ്യക്തിപരമായിട്ട് എന്നോടുള്ള ഇഷ്ടക്കേടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. കടകംപള്ളിയാണോ ഈ സ്ഥാനാർത്ഥി ഒഴിവാക്കിയത്? അതെ, അതെ. അതെന്താണ് ഈ കാരണം? UDF സ്ഥാനാർത്ഥി സഹായിക്കാനാണോ അതോ അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാൻ ഒരു ആക്ഷേപവും പറയുന്നില്ല. ഞാൻ പാർട്ടിക്കെതിരല്ല. പാർട്ടിക്ക് ഒരിക്കലും ഞാൻ പാർട്ടിയെ എതിർക്കുന്നില്ല. പാർട്ടി സ്ഥാനാർത്ഥിയെ ഇത് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ മത്സരിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെക്കാളും എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ആളാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നാട്ടുകാർ വിശ്വസിക്കുന്നു. ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ കടകംപള്ളി പാർട്ടിയല്ല, വ്യക്തികളെടുത്ത തീരുമാനത്തിനെതിരെയാണ്. അതെ. അതിൽ കടകംപള്ളിയാണോ ഈ തീരുമാനം? കടകംപള്ളിയാണ് തീരുമാനം എടുത്തത്. കടകംപള്ളിയാണ് ഇല്ലാത്ത തർക്കം ഉണ്ടെന്ന് വരുത്തിയത്. ഒരു തർക്കമില്ല. 2 സ്ഥാനാർത്ഥികളും അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് 2 സ്ഥാനാർത്ഥികളെയും ഫ്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ പട്ടികയിലുണ്ടായിരുന്ന മറ്റ് 2 പേരെയും ഫ്രീസ് ചെയ്തിരിക്കുന്നു. നീ പ്രിപ്പയർ ആയിക്കോ, ഒരു ടെൻഷനും വേണ്ട, ഇലക്ഷന് ജയിക്കും എന്ന് പറഞ്ഞ ആളാ. മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ബന്ധുക്കളുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ പരിചയക്കാരുണ്ട്, ഞാൻ സഹായിച്ച ആളുകളുണ്ട്. ഞാൻ ദേശാഭിമാനിൽ ജോലി ചെയ്യുമ്പോഴും ഇവിടെയുള്ള ആളുകളുടെ എല്ലാ വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്ന ആളാണ്. എല്ലാ പ്രശ്നങ്ങളിലും പോലീസ് കേസായിരുന്നാലും മറ്റായിരുന്നാലും എല്ലാത്തിലും ഞാൻ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നാണ് K. ശ്രീകണ്ഠൻ പറയുന്നത്. ഉള്ളൂരിൽ നിന്ന് രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം R. ശ്രീജിത്ത്, 24. നമുക്കൊക്കെ പരിചയമുള്ള ഒരു കക്ഷി തന്നെയാണ് K. ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ വിവിധ സ്ഥാനാർത്ഥിയായി ഉള്ളൂരിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വാർത്ത തന്നെയാണ്. 40 കൊല്ലമായി പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഈ ശ്രീകണ്ഠൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.